ബോൾ രണ്ടാമൻ മാർപ്പാപ്പ, നമുക്കറിയാം വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ 50-ാം പൗരോഹിത്യ ജൂബിലി, ഗോൾഡൻ ജൂബിലി ആഘോഷിച്ച വേളയിൽ അന്ന് നടത്തിയ ആ കുർബാനക്കിടെയുള്ള പ്രസംഗത്തിൽ അദ്ദേഹം ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: എൻ്റെ കഴിഞ്ഞ 50 വർഷ പൗരോഹിത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിശുദ്ധവുമായ നിമിഷങ്ങൾ ഞാൻ കുർബാന അർപ്പിച്ച നിമിഷങ്ങളാണ്. എൻ്റെ കഴിഞ്ഞ 50 വർഷ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും വിശുദ്ധവും പ്രധാനപ്പെട്ടതുമായ നിമിഷം ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ച നിമിഷമാണ്. അച്ഛനിങ്ങനെ ചിന്തിച്ചു, മാർപ്പാപ്പയ്ക്ക് സന്തോഷിക്കാൻ എന്തുമാത്രം അവസരങ്ങളുണ്ടായിരുന്നു അല്ലേ? ഒരുപക്ഷെ ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തി സ്വപ്നം കണ്ടാൽ പോലും കിട്ടാത്ത പദവിയാണ് ഇത്, മാർപ്പാപ്പ. ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം അല്ലേ? നമുക്കറിയാം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉലകം ചുറ്റിയ പാപ്പയാണ് അല്ലേ? എന്തുമാത്രം യാത്രകളാണ് നടത്തിയത്. അങ്ങനെ സന്തോഷിക്കാൻ ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് മാർപ്പാപ്പ പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഏതാണ്? ഞാൻ കുർബാന അർപ്പിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഏതാണ്? നിങ്ങൾക്കറിയാം, തലശ്ശേരി അതിരൂപതയിൽ തോമസ് പതിക്കലച്ചൻ മരിച്ചുപോയി. തോമസ് പതിക്കലച്ചനെ അറിയാവോ? തലശ്ശേരി അതിരൂപതയിലെ ശ്രേഷ്ഠ വൈദികനാണ്. നമുക്കറിയാം, വിളക്കന്നൂർ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം കാണാൻ ഭാഗ്യം ലഭിച്ചൊരു വൈദികൻ. അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഞാനിപ്പോൾ ആരാരും അന്ന് മുതൽ അച്ഛനുമായി നല്ലൊരു പരിചയമുണ്ട്, നല്ലൊരു ബന്ധമുണ്ട്. ഈ പേരാവൂർ മൗണ്ട് കാർമൽ ആശ്രമത്തിൻ്റെ ഒരു സന്ദർശകനായിരുന്നു അച്ഛൻ. നിരന്തരമല്ല, ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വരുമായിരുന്നു. അച്ഛന് പേരാവൂർ ടൗണിൽ വന്നാൽ ആശ്രമത്തിൽ വരാതെ പോകില്ല. വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കട്ടൻ ചായ അത് കഴിച്ചിട്ട് അച്ഛൻ പോകും. അച്ഛന് നമുക്കറിയാം ക്യാൻസർ രോഗം വന്നത് മൂർച്ഛിച്ച് അല്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിൽ അച്ഛൻ പലപ്പോഴും ലാബിൽ ടെസ്റ്റിന് വരുമ്പോൾ ആശ്രമത്തിൽ വരുമായിരുന്നു. അപ്പം അച്ഛനോട് ഞാനിങ്ങനെ സ്നേഹപൂർവ്വം സംസാരിക്കും, കുശലങ്ങൾ അന്വേഷിക്കും. ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ അസാമാന്യ മനോബലമുള്ള ആളായിരുന്നു. വിൽ പവർ ഭയങ്കരമായിരുന്നു അച്ഛൻ്റെ. ക്യാൻസർ ഒന്നും അച്ഛൻ്റെ പ്രശ്നമല്ലായിരുന്നു. ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെട്ടു അച്ഛൻ്റെ വിൽ പവർ കണ്ടിട്ട്. കാരണം ക്യാൻസറിന് അച്ഛൻ വളരെ ചിരിച്ച് ലാഘവ ബുദ്ധിയോടെയാണ് സ്വീകരിച്ചത്. ക്യാൻസറിൻ്റെ പേരിൽ നിന്ന് അച്ഛന് ദുഃഖമില്ല. പക്ഷേ അച്ഛൻ എൻ്റെ മുമ്പിലിരുന്നൊരു ദിവസം കരഞ്ഞു. നിങ്ങൾക്കറിയോ, ഈ തോമസ് പതിക്കലച്ചൻ തോമസ് അച്ഛൻ്റെ മുമ്പിലിരുന്ന് ഒരു ദിവസം കരഞ്ഞു. ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛനെ കുശലം ചോദിക്കുന്നില്ല, അച്ഛൻ്റെ ചോദിക്കുകയാണ്, അച്ഛൻ ആരോഗ്യം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അസുഖം ട്രീറ്റ്മെൻറ്റൊക്കെ അച്ഛൻ കുഴപ്പമില്ല. കുർബാനയൊക്കെ ചൊല്ലാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചതും അച്ഛൻ വിങ്ങിക്കരഞ്ഞ് പെട്ടെന്ന് അച്ഛൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയ താഴേക്ക് വീഴാൻ തുടങ്ങി. അച്ഛൻ പറയാണ്, എനിക്ക് കുർബാന ചൊല്ലാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അച്ഛൻ കുർബാന ചൊല്ലാൻ പറ്റാത്തതിൻ്റെ സങ്കടം കൊണ്ടാണ് കരയുന്നത്. ക്യാൻസറിൻ്റെ പേരിലല്ല കരയുന്നത്. എനിക്ക് കുർബാന അർപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വേദനയാലാണ് തോമസ് പതിക്കലച്ചൻ അച്ഛൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞതെന്ന്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ വില അറിയണം. ഈ തോമസ് പതിക്കലച്ചൻ്റെ വീട്ടിൽ നിന്ന്, ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന് ബോഡി കരുവഞ്ചാൽ പ്രീസ്റ്റ് ഹോമിലേക്ക് എടുക്കുമ്പോൾ അവസാനം ഒപ്പീസ് ചൊല്ലാൻ ഭാഗ്യം ലഭിച്ചത് എനിക്കാണ്. ആ ഒപ്പീസ് ചൊല്ലുമ്പോൾ ഒരു പ്രാർത്ഥന പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത്. നമ്മൾ സ്ഥിരം ഒപ്പീസ് ചൊല്ലുന്ന ആളുകളാണല്ലോ, കേൾക്കുന്നവരാണ്. ഇങ്ങനൊരു പാട്ടുണ്ട്: കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എത്രയോ അർത്ഥവത്തായ പ്രാർത്ഥനയാണത്. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ഓഫീസ് ചൊല്ലുമ്പോൾ എനിക്ക് ഉറപ്പാണ്, എനിക്കന്ന് മനസ്സിലായി, ഈശോയുടെ മുഖം സ്വർഗത്തിലിരുന്ന് ആര് കാണുന്നുണ്ട്? പതിക്കലച്ചൻ. എന്തുകൊണ്ടാണെന്നറിയാവോ?
അച്ഛൻ അർപ്പിച്ച കുർബാന അറിവോടെയാണ് അർപ്പിച്ചത്. ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ അർപ്പിക്കുന്ന കുർബാന, പങ്കുകൊള്ളുന്ന കുർബാന അറിവോടെയാണോ പങ്കുകൊള്ളുന്നത്? നിത്യവിരുന്നിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിരുന്നുണ്ണണമെങ്കിൽ ഈ ലോകത്തൊരു വിരുന്ന്, വിശുദ്ധ കുർബാന എങ്ങനെ ഉണ്ണണം, എങ്ങനെ സ്വീകരിക്കണം? ബോധ്യത്തോടെയും അറിവോടെയും. നമ്മുടെ കുർബാനകൾ എങ്ങനെയാണ്? അച്ഛനും ഇടവകയെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം തീർന്ന വൈകുന്നേരം, അന്ന് ഞായറാഴ്ചയാണ്, വൈകുന്നേരങ്ങൾ വെള്ളി ശനി ഞായർ, വ്യാഴം വെള്ളി ശനി ഞായറാണ് ധ്യാനം. അതിൽ വ്യാഴവും വെള്ളി ശനി വൈകുന്നേരങ്ങളാണ്, ഞായറാഴ്ച രാവിലെയാണ് ധ്യാനം. അപ്പോൾ ഉച്ചയോടുകൂടി തീർന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടി വരാൻ വേണ്ടി അച്ഛന്മാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു വീട്ടിൽ നിന്ന് വികാരി അച്ഛൻ്റെ അടുത്തേക്ക് ആ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അമ്മ മരിക്കാറായി, എന്താണ് ലാസ്റ്റ് സാക്രമെൻറ്റ്, അവസാനമായി എന്താണ് രോഗിലേപനം കൊടുക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നു. അപ്പം ഞങ്ങളുടെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വികാരി അച്ഛൻ എന്നോട് ചോദിച്ചു, അച്ഛൻ വരുന്നോ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വികാരി അച്ഛൻ്റെ കൂടെ ഈ അച്ഛനും കൂടി എങ്ങോട്ട് പോവാണ്? ആ രോഗിയുടെ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ വികാരി അച്ഛൻ തൈലമൊക്കെ പൂശി പ്രാർത്ഥിക്കുകയാണ്. ഈ കുർബാന നമ്മൾ കൊടുക്കൂല, അവസാന പാതയം, ഇത് കഴിച്ചിട്ട് വേണം പോകാൻ. മനസ്സിലാവുന്നുണ്ടോ? വയ്യാതെ കിടക്കുന്ന വെല്ലുമിച്ച് വിശുദ്ധ കുർബാന കൊടുക്കാൻ നേരത്ത് വാ തുറക്കുന്നില്ല. വികാരിയച്ഛൻ വാക്കി പ്രാർത്ഥനകളെല്ലാം ചൊല്ലി, എല്ലാ പ്രാർത്ഥനയും ചൊല്ലി വിശുദ്ധ കുർബാന കൊടുക്കാൻ അമ്മ തുറക്കുന്നില്ല, വല്യമ്മ തുറക്കുന്നില്ല. മകൻ പിടിക്കുന്നു, മരുമകൾ പിടിക്കുന്നു, കൊച്ചുമക്കളൊക്കെ വാ തുറപ്പിച്ചത് കുർബാന സ്വീകരിക്ക് എന്ത് കാണിച്ചിട്ടും ഈ അമ്മച്ചിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തോമസ് അച്ഛൻ്റെ ഉള്ളിൽ ചിന്ത കർത്താവ് നൽകി, ജീവിതകാലത്ത് എത്രയോ കുർബാനകൾ മുടക്കിയിട്ടുണ്ടാകൂ ഈ അമ്മച്ചി. അവസാന നിമിഷം കർത്താവിൻ്റെ വിരുന്നുണ്ണാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ വെച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് നൽകുന്ന സന്ദേശം എന്നറിയാവോ? ഈ തോമസ് പതിക്കലച്ഛൻ്റെ ജീവിതം എനിക്ക് തന്ന, വൈദികൻ എന്ന എനിക്ക് നല്ലൊരു ബോധ്യം, അച്ഛൻ്റെ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം. അച്ഛൻ്റെ ആ വേദന, കരച്ചിൽ എന്തിനെ ഓർത്തിട്ടാണ്? കുർബാന അർപ്പിക്കാൻ പറ്റാത്തതിനെ ഓർത്ത്. അങ്ങനെ എപ്പോഴെങ്കിലും സങ്കടം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു വൈദികൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അതായിരിക്കും, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കാതെ പോകുന്നൊരവസ്ഥ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ എന്ത് ചെയ്യണം? ബോധ്യത്തോടെയും അറിവോടെയും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളണം. കുർബാനയെ നമ്മൾ സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം.